ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം. യുദ്ധം എന്ന് പറയാൻ നമ്മൾ അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യാനൊന്നും പോയില്ല. പക്ഷേ നമ്മുടെ സാധാരണക്കാരുടെ എയർപോർട്ടുകളും നമ്മുടെ നല്ല നല്ല സാധാരണ പാവപ്പെട്ടവർ ജീവിക്കുന്ന സ്ഥലങ്ങളെല്ലാം അവർ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ നമ്മൾ അതിന് നിവൃത്തി കൊണ്ട് തിരിച്ചടിക്കേണ്ടി വന്നു. പക്ഷേ അവിടെ കാശ്മീരിലുള്ള മിലിറ്ററിക്കാരും എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് അവർ പടപൊരുതുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞങ്ങളും അതുപോലെ ടി വിയിൽ നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ഉറ്റവർ നമ്മളിൽപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ബന്ധുക്കളൊക്കെ അല്ലേ അവിടെയൊക്കെ പോയി മിലിറ്ററിയിലൊക്കെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളല്ലേ. അപ്പോൾ നമുക്കെങ്ങനെ ഉറങ്ങാൻ കഴിയും? എന്ത് പറഞ്ഞാലും ഇന്ന് തന്നെ രാവിലെ കണ്ടില്ലേ, വീണ്ടും പാകിസ്ഥാൻ ആക്രമണം അഴിച്ചിട്ട് ഒരു സ്ത്രീ അവർ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഷെല്ലാക്രമണം വന്നിട്ട് അവർ മരിക്കുകയുണ്ടായി. പക്ഷേ അവിടെയൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും ഭയം കൊണ്ട് വേണം ഇരിക്കുക അല്ലേ. ഒരു സിനിമ ഷൂട്ടിങ് തന്നെ അവിടെ നിന്ന് നിർത്തലാക്കി വരാൻ പോവുകയാണെന്ന് രാവിലെ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 27 നക്ഷത്രക്കാരുടെയും ഭാഗ്യനിറവും ലക്കി നമ്പർ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉപാസനമൂർത്തിയൊക്കെ. അപ്പോൾ ഇന്നലെ പറഞ്ഞത് തിരുവോണ നക്ഷത്രത്തിൻ്റെ ആയിരുന്നു. ഇന്ന് അവിട്ട നക്ഷത്രത്തിൻ്റെയാണ് പറയാൻ പോകുന്നത്. അവിട്ട നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിയുടെ വീഡിയോ കാണണം. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും കാര്യം ഇതിനകത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതുമായിരിക്കാം. പിന്നെ ഉപാസനാമൂർത്തിയെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദേവന്മാർ നമ്മൾക്കുണ്ട്. അതല്ലാതെയാണ് ഇത് ഉപാസനാമൂർത്തിയുടെ കാര്യം മാത്രമാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ഭദ്രകാളിയും സുബ്രഹ്മണ്യനുമാണ്. അവരുടെ ലക്കി നമ്പർ എന്ന് പറയുന്നത് 9 അവരുടെ ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. പിന്നെ അവർ ധരിക്കേണ്ടുന്ന കളറെന്ന് പറയുന്നത് ചുവപ്പ്, നീല, കറുപ്പാണ്. അവർ ധരിക്കേണ്ടുന്ന രത്നം എന്ന് പറയുന്നത് ചെമ്പവിഴമാണ്. ഒന്നും കൂടെ പറയാം, അവിട്ട നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തിയാണ് ഭദ്രകാളി സുബ്രഹ്മണ്യൻ. അവരുടെ ലക്കി നമ്പറാണ് 9. അവരുടെ ലക്കി ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അവർ ധരിക്കേണ്ടുന്ന കളറെന്ന് പറയുന്നത് ചുവപ്പ്, നീല, കറുപ്പാണ്. അവരുടെ കയ്യിൽ ഇടേണ്ടുന്ന രത്നം എന്ന് പറയുന്നത് ചെമ്പവിഴമാണ്. അപ്പോൾ ഇതുവരെ ആർക്കും അവിട്ട നക്ഷത്രക്കാർക്കൊക്കെ ഇതൊക്കെ ഒന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ചേച്ചി പറഞ്ഞതുപോലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങുക. അപ്പോൾ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, അവിട്ട നക്ഷത്രക്കാർക്ക് എൻ്റെ വീട്ടിലൊരു അവിട്ട നക്ഷത്രം ഉണ്ട്, എൻ്റെ ചേച്ചിയുടെ മകൾ. പക്ഷേ അവൾ ജനിച്ച അന്ന് തൊട്ടേ നമ്മൾ പറഞ്ഞിട്ടില്ല, ഓരോരുത്തർ പറയത്തില്ല അവർ സ്വർണ്ണക്കരൻ്റെയും കൊണ്ടാണ് ജനിച്ചിറങ്ങിയതെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാനും അവളുമായിട്ട് ഞങ്ങൾ ഒരു 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ, ചേച്ചിയുടെ മകളും ഞാനായിട്ട്. പക്ഷേ അവൾ ജനിച്ച അന്ന് തൊട്ടേ അവൾ സ്വർണ്ണക്കരണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് അവൾക്ക് കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, എല്ലാം കഴിഞ്ഞിട്ടും അവൾക്ക് ഇന്ന് വരെ ഒരു ദുഃഖമെന്ന് പറയുന്നത് അവൾ അറിഞ്ഞിട്ടില്ല. അവൾ അവിട്ട നക്ഷത്രമാണ്. എന്നാൽ അവിട്ട നക്ഷത്രമുള്ളവർ ചിലവർ ദുഃഖം അനുഭവിക്കുകയും ചെയ്യുന്നു, അതാ പറയുന്നത്. അതൊക്കെ ഞാൻ പറയുന്നത്, എപ്പോഴും പറയുന്നത് ഈ മുൻജന്മ പാവം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവൾക്ക് കിട്ടിയത് മുൻജന്മ പാവം എന്ന് പറയുന്നത് നല്ല ആരുടെയെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് അവൾക്ക് ആ ഒരു സ്വർണ്ണക്കരൻ്റെ അവൾ ജനിച്ച അന്ന് തൊട്ട് അവൾ ഇപ്പോൾ വരെയും അവൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളിരിക്കുമ്പോൾ നല്ല പ്രവർത്തികൾ ചെയ്താൽ നമ്മൾ ചെയ്ത് കൂട്ടിയതിൻ്റെ ഫലം വരും തലമുറകൾക്ക് അത് ആർക്കോ ആവട്ടെ, അവരെങ്കിലും സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിക്കാൻ തുടങ്ങട്ടെ. അതുകൊണ്ട് നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാം, ആരെയും ദ്രോഹിക്കാതിരിക്കുക. അതുകൊണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവിട്ട നക്ഷത്രക്കാർ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയായ ഉപാസനമൂർത്തി ഭദ്രകാളിയെ സുബ്രഹ്മണ്യനെ ആരാധിക്കുക. എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ലക്കി നമ്പറായ 9 വരത്തക്ക ഭാഗ്യ കളറായ ചുവപ്പ്, നീല, കറുപ്പ് ഇടാൻ ശ്രമിക്കുക. ഇൻ്റർവ്യൂവിന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ 9 വരുന്നത് പോലുള്ള പിന്നെ അങ്ങനെ വരുന്നത് അതില്ല. യുദ്ധത്തിൻ്റെ പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇങ്ങനെ മനസ്സിലിരിക്കുന്നതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. രാവിലെ നാമം ജപിക്കുമ്പോൾ മാറി മാറി പോകുമായിരുന്നു നാമജപം ചെയ്യുന്നത്. അത് മനസ്സിൽ മൊത്തം ഈ യുദ്ധത്തിൻ്റെ ഇതായതുകൊണ്ടേ ശരിയാവുന്നില്ല പറഞ്ഞിട്ട്.
അപ്പോൾ ലക്കി നമ്പറായ 9 നിങ്ങൾ ലോട്ടറിയോ പിന്നെ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ 9 വരുന്ന രീതിയിലുള്ള നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിനോ എക്സാമിനോ പോവുകയാണെങ്കിൽ ചുവപ്പ് നീല കറുപ്പ് ഇടാൻ അങ്ങനെയുള്ള കളർ വരുന്ന കോമ്പിനേഷനുള്ള ഷർട്ട് ചുരിദാറൊക്കെ ഇടാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയെ സുബ്രഹ്മണ്യനെ ആരാധിക്കുക. പിന്നെ നിങ്ങളുടെ ഭാഗ്യരത്നമായ ചെമ്പവിഴം ധരിക്കാൻ ശ്രമിക്കുക. എല്ലാം നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നല്ലത് വല്ലതും നടക്കുകയാണെങ്കിൽ ചേച്ചിക്ക് മെസ്സേജ് വിടുക. അഥവാ നിങ്ങൾക്ക് നല്ലതൊന്നും നടന്നില്ലെങ്കിൽ ദുഃഖം മാത്രമേ ഉള്ളെങ്കിലും അതിനും മെസ്സേജ് വിടുക. അതല്ല നിങ്ങൾക്ക് 2 ചീത്ത പറയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം ചേച്ചി, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ കൊണ്ട് വരുന്നതായിരിക്കും.